സംസ്ഥാനത്ത് വൈദ്യുതി പ്രതിസന്ധി ഉണ്ടെന്ന് വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ്. അത് പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിവരികയാണ്. ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തേണ്ടത് അനിവാര്യമാണെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. വൈദ്യുതിയുടെ കാര്യത്തിൽ നമുക്ക് ചില പോരായ്മ ലഭ്യത കുറവുണ്ട്. വൈദ്യുതിയുടെ കാര്യത്തിൽ ലഭ്യത കുറവുണ്ട്. കാരണം മഴ കുറവാണ്. ഇന്ന് ഞാൻ പാലക്കാട് പോയി, അവിടെ മഴയില്ല. തൃശ്ശൂർ വന്നവരുടെ മഴയില്ല, മഴ കുറവാണ്. അപ്പോൾ മഴ കുറയുമ്പോൾ രണ്ട് കാര്യം. ഒന്ന്, നമ്മളുടെ സംഭരണികളിലെ വെള്ളത്തിൻ്റെ അളവ് കുറയുന്നു, വൺ തിങ്. സെക്കൻഡ്, ചൂട് കൂടുമ്പോൾ വൈദ്യുതിയുടെ ഉപയോഗം കൂടും. AC-യും ഫാനും കൂടുതൽ ഉപയോഗിക്കും. വെള്ളത്തിൻ്റെ പോരായ്മ പരിഹരിക്കാൻ കൂടുതൽ വില നൽകി നമ്മൾ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് വൈദ്യുതി ഇപ്പം വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വാങ്ങി ഫുട്ബോൾ സമയത്തും രാത്രിയിലെ പീക്ക് ടൈമിലും വൈദ്യുതി സപ്ലൈ ചെയ്യാനുള്ള നടപടികളാണ് ഇപ്പോൾ സ്വീകരിച്ചു വരുന്നത്. സാരംഗാണ് വിവരങ്ങളുമായി ചേരുന്നത്. സാരംഗ്, 10 വർഷം പവർ കട്ട് എന്താണെന്ന് നമ്മളൊന്നും അറിഞ്ഞിട്ടില്ല. ഇതിപ്പോൾ ഭരണം മാറിയതോടെ പുതിയ വൈദ്യുതി മന്ത്രി നിരന്തരം മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നു നിന്ന് ന്യായീകരണങ്ങൾ നിരത്തുകയാണ്. എന്തൊക്കെയാണ് ഈ വൈദ്യുതി പ്രതിസന്ധിയിൽ അദ്ദേഹത്തിന്റെ പുതിയ ന്യായീകരണങ്ങൾ? അക്ഷയ്, ഈ സംസ്ഥാനത്ത് വൈദ്യുതി പ്രതിസന്ധി ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു തുറന്നുപറച്ചിൽ നടത്തിയിരിക്കുകയാണ് മന്ത്രി സണ്ണി ജോസഫ്. അതോടൊപ്പം തന്നെ അദ്ദേഹം അതിന് ഒരുപാട് ന്യായീകരണങ്ങളും നിരത്തുന്നുണ്ട്. എന്തായാലും സംസ്ഥാനത്ത് ജലലഭ്യതയിലുണ്ടായ കുറവാണ് ഇപ്പോഴത്തെ ഈ വൈദ്യുത പ്രതിസന്ധിക്ക് കാരണമെന്നാണ് അദ്ദേഹത്തിന്റെ ഒരു വിശദീകരണം. അതുകൊണ്ട് ഇപ്പോൾ ഏർപ്പെടുത്തുന്നത് പവർ കട്ടല്ല, ചില നിയന്ത്രണങ്ങൾ മാത്രമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ വരികയാണെന്നും അദ്ദേഹം പറയുന്നുണ്ട്. പിന്നീടൊപ്പം തന്നെ അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം, സംസ്ഥാനത്ത് മഴ കുറവ് മൂലം ആണ് ഇത്തരത്തിലൊരു പ്രതിസന്ധിയിലേക്ക് എത്തിയിരിക്കുന്നത് എന്നാണ് പറയുന്നത്. സംസ്ഥാനത്തൊട്ടാകെ മഴ വലിയ രീതിയിൽ കുറവുണ്ട് എന്നുള്ളൊരു ന്യായീകരണം കൂടിയാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും UDF സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം നിരവധി വൈദ്യുതി തടസ്സങ്ങളാണ് ഉണ്ടായത്. അത് നമുക്കറിയാം, കഴിഞ്ഞ 10 വർഷത്തേക്കാൾ അപേക്ഷിച്ച് പലതരത്തിലുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തേണ്ടി വന്നു. അതിന് ഒക്കെ ഇത്തരത്തിൽ വൈദ്യുതി മന്ത്രി ഉൾപ്പെടെയുള്ളവർ വ്യത്യസ്തങ്ങളായ ന്യായീകരണങ്ങളാണ് പറഞ്ഞത്. എന്തായാലും ഏറ്റവും ഒടുവിൽ ഇപ്പോൾ മന്ത്രി ഇക്കാര്യത്തിൽ തുറന്ന് പറഞ്ഞിരിക്കുകയാണ്. ഈ UDF സർക്കാർ വന്നതിന് ശേഷം ഈ വൈദ്യുതിയിൽ വലിയ പ്രതിസന്ധി ഉണ്ട് എന്ന കാര്യം അദ്ദേഹം തീർച്ചപ്പെടുത്തി കാണിക്കുകയാണ്. ശരി, സാരംഗാണ് തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.